Good morning, all. Good morning, ma'am. Good morning. Morning. Good morning, ma'am. Good morning, ma'am. Good morning. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കി കാണും അല്ലേ? Yes, ma'am. Okay. Okay. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് എവിടെ വരെയാ നമ്മൾ ഡിസ്കസ് ചെയ്തത്? Concept job design. Okay. Concept of job design അല്ലെ, അതുവരെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ വേറെ പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല അല്ലെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, ma'am. ഓക്കെ, അപ്പൊ നമ്മള് ജോബ് ഡിസൈൻ എന്താണെന്നുള്ളത് കണ്ടു അല്ലെ. അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ജോബ് എന്താ പറയുന്നത് ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, ഒരു ഡിസൈൻ ഒരു ജോലി എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു ക്രമീകരണം ഉണ്ടാകണം അല്ലെ. അത് നമ്മളിപ്പോ ഏത് ഡിസൈൻ ആണെങ്കിലും, ഒരു ഡ്രസ് ഡിസൈൻ ആണെങ്കിലും അല്ലെ, എന്ത് അല്ലെ, നമ്മളൊരു വീടാണെങ്കിലും അത് കൃത്യമായിട്ട് ഡിസൈൻ ഉണ്ടെങ്കിൽ അതിനൊരു വൃത്തി ഉണ്ടാവും അല്ലെ. ഡ്രസ്സിനാണെങ്കിലും വീട്ടിനാണെങ്കിലും അതേമാതിരി തന്നെ ജോബിനും ഒരു അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ എന്താണ് അത് കൃത്യമായിട്ട് തന്നെ ഓക്കെ അടുക്കൻ ചിട്ടയമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്കറിയാം ആ ജോലി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതാണ് നമ്മൾ ജോബ് ഡിസൈനിന്റെ ആ ഒരു മീനിങ് കണ്ടത്. നെക്സ്റ്റ് കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ. ഓക്കെ, അപ്പൊ ജോബ് ഡിസൈൻ ഓക്കെ അല്ലേ? എന്താണെന്നുള്ളത് അതിന്റെ തുടർച്ചയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്താണ് പോകുന്നത്. കേൾക്കുന്നില്ല? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? കേൾക്കുന്നില്ല? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെയാണ്. പിന്നെന്തോ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ജോബ് ഡിസൈൻ എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. ജോബ് ഡിസൈൻ ഇസ് ദ ലോജിക്കൽ സീക്വൻസ് ഓഫ് ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആൻഡ് ഇൻവോൾവ്സ് deliberate action to organize a task, duties and responsibilities into a unit of work so as to business objectives. ഓക്കെ, ഒരു ബിസിനസിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും അല്ലെ, ഉത്തരവാദിത്തങ്ങളും ഡ്യൂട്ടീസും എല്ലാം തന്നെ നല്ല അടുക്കും ചിട്ടയോട് കൂടിയിട്ട് ക്രമീകരിച്ച് അല്ലെ അത് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ മാർക്ക് ചെയ്ത് പോകണം അല്ലെ. അപ്പൊ ജോബ് ഡിസൈൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, എനിക്ക് എപ്പോഴും കാണുന്നതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അത് മാർക്ക് ചെയ്ത് തരെ. ജോബ് ഡിസൈൻ ഇസ് ദ ലോജിക്കൽ സീക്വൻസ് ഓഫ് ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആൻഡ് ഇൻവോൾവ്സ് ഡെലിബറേറ്റ് ആക്ഷൻ ടു ഓർഗനൈസ് ദ ടാസ്ക്, ഡ്യൂട്ടീസ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു ആ ഒരു നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഇനി തുടർച്ചയായിട്ട് എടുക്കാനുള്ളത്. നോക്കുക, കൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ. It is believed that efficiently structured job motivates the employees for a higher level of performance. ഓക്കെ, നമുക്കറിയാം അവിടെ നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ജോലി ക്രമീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പെർഫോമൻസും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? സാധിക്കുമോ? നല്ല രീതിയിൽ ഒരു ക്രമീകരണം ഉണ്ടായെങ്കിൽ അല്ലെ, ഓരോരുത്തർക്കും ഓരോ ഇൻ കേസ് സബോർഡിനേറ്റിന് ഇത്രയും ഡ്യൂട്ടി ചെയ്യാനുണ്ട്, അതിനുശേഷമാണ് അടുത്ത ലെവലിലുള്ളവർക്ക്. അങ്ങനെ കൃത്യമായിട്ട് തന്നെ അത് ക്രമീകരിച്ച് തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പെർഫോമൻസ് അല്ലെ അത് കൃത്യമായിട്ട് തന്നെ കാര്യക്ഷമമായിട്ട് തന്നെയാണോ അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഇൻ കേസ് ചെയ്തിട്ടില്ല എങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് efficiently structured job motivates that employees for a higher level of performance. Then, poorly designed job often result in boredom and employees frustration, high turnover, reduced motivation, low level of productivity, and increase in operating cost.
ഓക്കെ, നമുക്കറിയാം അത് സ്ട്രക്ചേർഡ് അല്ല എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം താഴ്ന്നു തെറ്റും അല്ലെ. നല്ല രീതിയിൽ സ്ട്രക്ചർ ആണെങ്കിൽ ഓരോരുത്തരുടെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാനും അവർക്ക് അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാൻ സാധിക്കും. ഇൻ കേസ് അതിന്റെ നേരെ റിവേഴ്സ് ആണെങ്കിൽ എന്താണ്, പുവർലി ഡിസൈൻഡ് ആണെങ്കിൽ എന്താണ് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ബോർഡമാര് അല്ലെ. അത് നല്ല രീതിയിലൊന്നും അല്ലെ അവിടെയുള്ള ജീവനക്കാർക്കൊന്നും എന്താണ് ഐഡിയാസ് ഒന്നും അല്ലാതെ തന്നെയാണ് അവരുടെ ജീവനക്കാർ അവര് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവർക്ക് അല്ലെ അവർക്കൊരു നല്ലൊരു കൃത്യമായിട്ട് എന്താണ് ജോലി എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ആ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അല്ലേ. അങ്ങനെയല്ലേ, നമുക്ക് നമ്മുടെ ഒരു ജോലി ഇതാണ് ജോലി അല്ലെ, ഇതാണ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മൾ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അല്ലെ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി അതിന് വേണ്ടിയിട്ട് കോൺഫിഡൻസോട് കൂടിയായിരിക്കും പോവുക. അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസോ ഡ്യൂട്ടീസോ ഒന്നും കൃത്യമായിട്ടൊന്നും അലോട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവരവിടെ ചെന്നിട്ട് അല്ലെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ അല്ലെ അപ്പൊ കൃത്യമായിട്ട് നമുക്കറിയാം അവിടെ ഒരു ബോറായിരിക്കും. എന്താണ് പറയുന്നത്, എംപ്ലോയി ഫ്രസ്ട്രേഷൻ, ഹൈ ടേൺ ഓവർ. അപ്പോ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിനാണെങ്കിൽ അവിടെ ചിലപ്പോൾ ആ ജോലി അല്ലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ജോലി ആയതുകൊണ്ട് അവിടെ നിലനിന്ന് പോകാനായിട്ട് അവർ ആഗ്രഹിക്കില്ല. ആഗ്രഹിക്കുമോ? നമ്മൾ ഏത് ജോലി തിരഞ്ഞെടുക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ആഗ്രഹിക്കില്ലേ? ആഗ്രഹിക്കില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പൊ ഇൻ കേസ് അവര് എന്താണ് നമ്മൾ ഇങ്ങനെ അല്ല എങ്കിൽ അല്ലെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നല്ലൊരു ഇതില്ല എങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷം ഇല്ല എങ്കിൽ എന്താണ് അവിടെ നിന്ന് പോകാനായിട്ട് അവര് ശ്രമിക്കും. അതാണ് പറയുന്നത് ഹൈ ടേൺ ഓവർ അല്ലെ. അവര് അവിടെ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദെൻ റെഡ്യൂസ് മോട്ടിവേഷൻ, അവർക്ക് ജോലി ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പ്രേരണകളൊന്നും കിട്ടുന്നില്ല. ദെൻ ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി, അതനുസരിച്ച് നമുക്ക് എന്തായിരിക്കും റിസൾട്ട്, ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. ഒരു റിസൾട്ടിന് നല്ലൊരു എയിം ഉണ്ടാകുന്നില്ല അല്ലെ, ഒരു ഡിസൈൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് അവിടെ കൃത്യമായിട്ട് തന്നെ പ്രൊഡക്ടിവിറ്റിയോട് കൂടിയിട്ട് അല്ലെ നല്ല കൃത്യമായിട്ടുള്ള പ്രവർത്തന കാര്യക്ഷമതയോട് കൂടിയിട്ടുള്ള ഒരു ഉത്പാദന ശേഷി നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ദെൻ ഡിക്രീസിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, നമുക്കറിയാം അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ടും എന്തായിരിക്കും ഒരുപാട് കോസ്റ്റ് ചെലവഴിക്കേണ്ടതായിട്ടും വരും. അപ്പൊ സ്ട്രക്ചേർഡ് ആണ് എങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആണോ കൺസെപ്റ്റ്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, കൺസെപ്റ്റിൽ നമ്മൾ കണ്ടു അല്ലെ. അത് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ആ ഓർഗനൈസേഷന് നേടിയെടുക്കാൻ സാധിക്കും. അല്ല എങ്കിൽ അതിന്റെ ബാഡ് റിസൾട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ അതും നമുക്ക് ചിലപ്പോഴൊക്കെ അതിന്റെ ഒരു മെറിറ്റ്സ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു ജോബ് ഡിസൈനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതും രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഫസ്റ്റ്ലി അതിന്റെ ആ ഒരു അല്ലെ മെറിറ്റ്സ് നമുക്കറിയാം ജോബ് ഡിസൈൻ ഉണ്ടായെങ്കിൽ ഉള്ള കാര്യങ്ങള്. ദെൻ സെക്കൻഡ്ലി അതിന്റെ അല്ലെ ഒരു ഡിമെറിറ്റ്സ് ആണ് അവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് മോഡലുകളാണ് നമുക്ക് നോക്കാനുള്ളത്. The job characteristics model is one of the most influential attempts to design jobs with the increased motivational properties than Hackman and Oldham 1975. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട അതായത് ഹാക്മാന്റെ ഓൾഡ്ഹാമിന്റെ ഇതിലാണ് ഡിസൈനിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മോഡല് നടന്നിരിക്കുന്നത്. അതിൽ എന്താ പ്രധാനമായിട്ട് ഇത് പറയുന്നത്, പ്രൊപ്പോസ്ഡ് ബൈ ഹാക്മാൻ ആൻഡ് ഓൾഡ്മാൻ. ദ മോഡൽ ഡിസ്ക്രൈബ്സ് 5 crore of job dimension leading to 3 critical psychological states resulting in work related outcomes. ഓക്കെ, അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇവിടെ കൃത്യമായിട്ട് ആ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വായിക്കാനൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, അതില് കോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് ഉണ്ട്, ദെൻ ഔട്ട്കംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഈ ഒരു ഡിസൈൻ അല്ലെ അത് കൃത്യമായിട്ട് തന്നെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് അത് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ദ മോഡൽ ഡിസ്ക്രൈബ്സ് 5 crore
job dimensions leading to 3 critical psychological states resulting in the working related outcomes. അതായത് കൃത്യമായിട്ടൊരു ഡയമെൻഷൻ അല്ലെ, ഒരു അളവുകോലോട് കൂടിയിട്ടാണ് അത് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്കറിയാം സൈക്കോളജിക്കലി അല്ലെ, മാനസികമായിട്ടുള്ള രീതിയിൽ തന്നെ അവിടെയുള്ള എംപ്ലോയീസിൽ അത് എഫക്ട് ചെയ്യും. then എന്താണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഔട്ട്കംസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അവിടെ അതനുസരിച്ചിട്ടുള്ള 4 ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് എന്താണ്? സ്കിൽ വെറൈറ്റി. ഓക്കെ, skill variety, then second task identifier, then task significance, then autonomy, feedback. Okay, skill variety എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു തൊഴില്, ഒരു സ്ഥാപനത്തിലുള്ള ഓർഗനൈസേഷനിൽ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള കഴിവുള്ള വ്യക്തികൾ വേണം. എന്റെ പേരില്ലേ എടി വരോ? എല്ലാവർക്കും ഒരേ കഴിവ് മാത്രം മതിയോ? വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ വേണ്ടി വരുമോ? വേണ്ടി വരും അല്ലെ. അപ്പൊ സ്കില്ല് തീർച്ചയായിട്ടും നമുക്കറിയാം വ്യത്യസ്ത കഴിവുകളുള്ള വ്യക്തികൾ അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അല്ലെ, ഒരു ജോലിയാണെങ്കിൽ അതിന്റെ ഡിസൈനിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യത്യസ്ത കഴിവുകളുള്ള വ്യക്തികൾ ഉണ്ടാകുക അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ അല്ലെ. നമുക്കറിയാം ഒരു ജോബ് ക്രമീകരിക്കുമ്പോൾ അറിയാം ഇന്ന പോസ്റ്റുകൾ അല്ലെ, ഇത്രയും സബോർഡിനേറ്റ്സ്, ഇന്ന ക്വാളിഫിക്കേഷനോട് കൂടിയിട്ട് then അതിന് മേലെയുള്ള ആവശ്യമുള്ള എംപ്ലോയീസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ അല്ലെ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്കിൽ വെറൈറ്റി. then നെക്സ്റ്റ് നോക്കാം ടാസ്ക് ഐഡന്റിഫൈ. എന്താണ് ടാസ്ക് ഐഡന്റിഫൈ എന്ന് പറയുന്നത്? ഓരോ വ്യക്തികൾക്കും അല്ലെ അത് കൃത്യമായിട്ട് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് അല്ലെ. ഒരു ജോലികൾ വ്യത്യസ്ത കഴിവുകൾ വേണമെന്ന് പറഞ്ഞു. ഈ കഴിവനുസരിച്ചിട്ട് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരുന്നത് അല്ലെ. കൃത്യമായിട്ട് നമുക്കറിയാം ഒരേപോലത്തെ കഴിവാണെങ്കിൽ എല്ലാവർക്കും ഒരേ കാര്യം ചെയ്താൽ മതി അല്ലെ. വ്യത്യസ്ത കഴിവാകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ടാസ്കുകളായിരിക്കും അവർ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും അത് നെക്സ്റ്റ് ഒരു ഡയമെൻഷനിലാണ് എന്തെന്ന് പറയുന്നത് ടാസ്ക് ഐഡന്റിഫൈ. നെക്സ്റ്റ് എന്താണ് ടാസ്ക് സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഓരോന്നിന്റെ പ്രാധാന്യം അല്ലെ. ചിലർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കുറച്ചേ ഉള്ളൂ എങ്കിലും പക്ഷെ അത് അത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്കുകളായിരിക്കും അല്ലെ. നമുക്കറിയാം ദിവസം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്താ ജോലി എന്ന് ചിലരെങ്കിലും ചിന്തിക്കും അല്ലെ. പക്ഷെ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നല്ല കുറച്ചേ ഉള്ളൂ എങ്കിലും അത് നല്ല ഉത്തരവാദിത്തപ്പെട്ട ചില ഡ്യൂട്ടികളായിരിക്കും അല്ലെ. അപ്പൊ ടാസ്കിന്റെ ആ ഒരു പ്രാധാന്യം അത് കൃത്യമായിട്ട് തന്നെ വേർതിരിച്ച് അതും കൃത്യമായിട്ട് തന്നെ കാണിച്ചിരിക്കണം. നെക്സ്റ്റ് എന്താണ് ഓട്ടോണമി. എന്താണ് ഓട്ടോണമി എന്ന് പറയുന്നത്? ഓക്കെ, നമുക്കറിയാം ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും അല്ലെ. ഓരോ ഡ്യൂട്ടികളിലായിരിക്കുന്നവർക്കൊക്കെ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്കറിയാം ഓരോ ടാസ്കുകൾ ഏൽപ്പിച്ചു കൊടുക്കും. അതിനനുസരിച്ചിട്ടുള്ള സ്കില്ലുള്ള പേഴ്സൺസിനായിരിക്കും ഈ ടാസ്കുകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ടാസ്കുകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു സ്കില്ല് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ അഭിപ്രായങ്ങളൊക്കെ അറിയേണ്ടതുണ്ടാവും അല്ലെ. നമ്മളൊരു കാര്യങ്ങൾ അങ്ങനെ മസ്റ്റായിട്ട് അങ്ങോട്ട് എന്താണ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസ് അത് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നില്ല അല്ലെ. അവരെയും കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ ഓട്ടോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാധിപത്യം അത് അല്ല, എന്താണ് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫീഡ്ബാക്ക്. ഇനി നമുക്കറിയാം ആ സ്കില്ലായിട്ടുള്ള പേഴ്സൺസിനെ അവർക്ക് അലോട്ടഡ് ആയിട്ടുള്ള ടാസ്കുകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദെൻ അവർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ അല്ലെ, പ്രത്യേകമായുള്ള പ്രാധാന്യത്തിനെ കുറിച്ചൊക്കെ വിവരിച്ചു കൊടുക്കുന്നു. ദെൻ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവറൊക്കെ കൊടുക്കുന്നു, ഇൻവോൾവ്മെന്റ് ഒക്കെ കൊടുക്കുന്നു. ദെൻ നമുക്കറിയാം അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടികളൊക്കെ ഫീഡ്ബാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അല്ലെ. അത് ചോദിച്ചറിയണം ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്കുകൾ വരുന്നുണ്ടോ അല്ലെ, എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ, പല ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടോ അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയും ക്രമീകരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നിങ്ങൾക്ക് ബോറാവണ്ടെന്ന് ഓർത്തിട്ടാണ്. എനിവേ ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ.
ആണോ? അപ്പൊ നമ്മള് എന്താണ് നമ്മൾ കണ്ടു 3 ഏതാണ് കാറ്റഗറി ആയിട്ട് അല്ലെ അവിടെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ, അതായത് ഹാക്മാൻ ഓൾഡർഹാമിന്റെ രീതി അനുസരിച്ചിട്ട് ഡയമെൻഷൻ കോർ അല്ലെ അവിടെ കൃത്യമായിട്ടുള്ള ഒരു 5 ഡയമെൻഷൻ കോറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, സൈക്കോളജിക്കൽ സ്റ്റേറ്റ് അല്ലെ. സൈക്കോളജിക്കൽ സ്റ്റേറ്റിൽ എന്താ എടുത്ത് പറയുന്നത്, മീനിങ്ഫുൾനെസ്, നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി, നോളജ് ഓഫ് റിസൾട്ട്സ്. എന്താണ് മീനിങ്ഫുൾനെസ് എന്ന് പറയുന്നത്? ഓക്കെ, ഓരോ ജീവനക്കാർക്കും അല്ലെ അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളെല്ലാം അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള അല്ലെ കൃത്യമായി തന്നെ മനസ്സിലാക്കി എടുക്കുന്നുണ്ടോ? അവരെ നമ്മൾ കണ്ടു, അവർക്ക് കൃത്യമായിട്ടുള്ള ജോലി പൊസിഷൻസ് അനുസരിച്ചിട്ടൊക്കെയാണ് ജോലി വാഗ്ദാനം ചെയ്ത് കൊടുക്കുന്നതും അതനുസരിച്ചിട്ടുള്ള പ്രാധാന്യത്തെ കുറിച്ചിട്ട് വിവരിച്ചു കൊടുത്തു, ഡിസിഷൻ എടുക്കാനുള്ള പവർ കൊടുത്തു, അങ്ങനെ അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി സൈക്കോളജിക്കലി അവരത് എത്രത്തോളമാണ് അല്ലെ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ക്രമീകരണത്തില് അവരുടെ ഡ്യൂട്ടി മാത്രം, അവരുടെ ഫീഡ്ബാക്ക് മാത്രമല്ല, അവരെ മാനസികമായിട്ട് അല്ലെ സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ മീനിങ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ എത്രത്തോളം അവര് അത് ഏറ്റെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, നോളജ് ഓഫ് റിസൾട്ട്. ഓക്കെ, ഇവർക്ക് കൊടുക്കുന്ന ഈ ഒരു ട്രെയിനിങ്, ഇൻ കേസ് നമുക്കറിയാം ഫീഡ്ബാക്ക് ഒക്കെ അനുസരിച്ചിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവര് ഇൻവോൾവ്മെന്റ് ഒക്കെ നടത്തി അല്ലെ നല്ല ഉത്തരവാദിത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അറിവ് അല്ലെ അവർക്ക് കൃത്യമായിട്ടുള്ള ആ റിസൾട്ട് അത് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ അല്ലെ അതും കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് ഓർഗനൈസേഷനിലെ എല്ലാ സിറ്റുവേഷൻസും അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും അത് എഫക്ട് ചെയ്യേണ്ടത് ആരിലാണ്? ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലെ മാനേജ്മെന്റ് കൃത്യമായിട്ട് ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? അവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ടല്ലേ? ആണോ? അല്ലേ? അവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ അറേഞ്ച്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്തരം അറേഞ്ച്മെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് അവർ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നും കൂടി മനസ്സിലാക്കണം അല്ലെ. അത് അവർ ഉൾക്കൊണ്ടാൽ മാത്രമാണ് നമുക്ക് അതിന്റെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഫിസിക്കലി അവര് അതെന്താണ് സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി അതില് അവര് ഇൻവോൾവ് ആവുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനുള്ള ഒരു ക്രമീകരണം കൂടി ജോബ് ഡിസൈനിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം ഓരോ പേഴ്സൺസിനും സ്കിൽ അനുസരിച്ചിട്ടും അതിനനുസരിച്ചിട്ടുള്ള എല്ലാ അല്ലെ എല്ലാ ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. അവർ ഇൻ കേസ് ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയാനൊക്കെ ഓക്കെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇവരെ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. സൈക്കോളജിക്കലി അവർക്ക് സാഹചര്യങ്ങൾ ഓക്കെയാണോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. എന്നാൽ അങ്ങനെയാണെങ്കിലാണ് നമുക്കറിയാം ഈ കൊടുത്തിരിക്കുന്ന അല്ലെ മാനേജ്മെന്റ് ഇവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതിന്റെ റിസൾട്ട് ഔട്ട്കംസിലേക്ക് എത്തുകയുള്ളൂ അല്ലെ. ഈ ഔട്ട്കംസ് വരുമ്പോഴാണ് നമ്മൾ പിന്നെയും വീണ്ടും എന്തെങ്കിലും ഇവരുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് മാനേജ്മെന്റിന് എന്തെങ്കിലും കൊടുക്കാണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഔട്ട്കംസിലേക്ക് നോക്കുക എന്താണ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മോട്ടിവേഷൻ, പെർഫോമൻസ്, സാറ്റിസ്ഫാക്ഷൻ, അബ്സെന്റിസം, ടേൺ ഓവർ. ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊടുത്ത ഈ ഒരു എല്ലാ പവറും അല്ലെ അവരുടെ ആ ഒരു സൈക്കോളജിക്കലുള്ള ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണ് നമുക്ക് നല്ലൊരു പെർഫോമൻസ് അല്ലെ അവരെ കാര്യക്ഷമമായിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് അവര് സാധ്യതയുണ്ട് അല്ലെ. നല്ല കൃത്യമായിട്ട് തന്നെ അവർ കാര്യക്ഷമമായിട്ട് പെർഫോം ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രേരണ അവരുടെ കയ്യിലുണ്ടാവും അല്ലെ. അത് ചെയ്യണം അല്ലെ. നമ്മുടെ ആവശ്യമായിട്ടുള്ള സാലറി ഒക്കെ ഇത് തരുന്നുണ്ട്, എംപ്ലോയർ തരുന്നുണ്ട്. അത് മാത്രമല്ല സാഹചര്യങ്ങൾ നമ്മുടെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് സാഹചര്യങ്ങൾ അവര് അനുകൂലമായി തരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യണം അല്ലെ. അത് ആ പ്രകടനം തീർച്ചയായിട്ടും അവരിൽ ഉണ്ടാകും. അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുമാതിരി തന്നെ എന്താണ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ എന്താണ് അബ്സെന്റിസം ഉണ്ടാവോ? അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ജോലിയിൽ ഓക്കെ ആണെങ്കിൽ അല്ലെ അബ്സെന്റീസ് ഒക്കെ പരമാവധി കുറയും ഇല്ലേ? ഉണ്ടാവില്ലേ? അവര് ജോലിയില് ആവശ്യമായ സാലറി ഉണ്ട്, സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ് എങ്കിൽ അബ്സെന്റീസ് ഒക്കെ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ അവിടുന്ന് വിട്ടുപോകാനായിട്ട് അവർ താല്പര്യപ്പെടില്ല അല്ലെ. നല്ലൊരു സ്ഥാപനമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട എന്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള റിസൾട്ട്
ഇൻ കേസ് റിസൾട്ട് അല്ല അവർക്ക് ആവശ്യമായിട്ടുള്ള സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസെന്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു എംപ്ലോയിയും അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് സാധ്യതയില്ല. അപ്പൊ എല്ലായ്പ്പോഴും സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ഡ്യൂട്ടിക്കൊക്കെ വരാനായിട്ട് അവർ തയ്യാറാവും. മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ടൊന്നും അവര് ശ്രമിക്കില്ല. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇതിലും ചെറിയ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എന്താണ്, ഡയമെൻഷനിൽ എന്തൊക്കെ പെടാം, അല്ലെങ്കിൽ എന്താണ് ഇതിൽ പ്രധാനമായിട്ടും എന്താണ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സിൽ എന്തൊക്കെ പെടാം, അല്ലെ? ഇത് മൂന്നും കൂടി പ്രത്യേകമായിട്ടാണ് അവർ ചാർട്ട് തന്നിരിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഓരോന്നിന്റെയും അണ്ടറിൽ എന്താണ് വരുന്നത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പൊ മിക്സ് ചെയ്ത് എങ്ങാനും നമ്മുടെ അല്ലെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് വീണ്ടും പറയേണ്ടതുണ്ടോ? ആണ്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ജോബ് ഡിസൈനിന്റെ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോബ് ഡിസൈൻ എന്താണെന്നുള്ളത് കണ്ടു, അതിന്റെ കൺസെപ്റ്റ്. നെക്സ്റ്റ് എന്താണ് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ. നോക്കാലോ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, significance of a job design in the job design is very important because this is the process which makes sure that the remain updated and is relevant to the employee. Okay, നമുക്കറിയാം ഇവിടെ ജോബ് ഡിസൈനിലെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ കണ്ടു അല്ലെ. നല്ല ക്രമീകരണം ഉണ്ടായെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങള് അവരുടെ സ്ഥാപനത്തിന് നേടിയെടുക്കാൻ സാധിക്കും. എംപ്ലോയീസും അല്ലെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും അല്ലെ. അപ്പൊ നമുക്കറിയാം ഇതിൽ പ്രധാനമായിട്ടും അല്ലെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റെലവെന്റ് ആയിട്ട് അല്ലെ, അവിടെ എംപ്ലോയീസിന്റെ റെലവെന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്ഡേഷൻ ഉണ്ട് അല്ലെ. കാരണം നമ്മൾ നേരത്തെ കണ്ടു എന്താണ്, അവിടെ ഡിസിഷൻ എടുക്കാനുള്ള പവർ എല്ലാം അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, എംപ്ലോയീസിനെയും കൂടി ഇൻവോൾവ് ചെയ്തത്. ദെൻ അവരുടെ ഫീഡ്ബാക്കുകൾ അറിയുന്നുണ്ട് അല്ലെ. അപ്പൊ ഫീഡ്ബാക്കുകൾ അറിയുമ്പോൾ നമുക്കറിയാം അവിടെ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് തന്നെ അവർ പറയുന്നതനുസരിച്ചിട്ട് അവിടെ ഇൻവോൾവ്മെന്റ് അനുസരിച്ചിട്ട് തന്നെ അപ്ഡേഷൻസ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നുണ്ട്. ആൻഡ് ഈസ് റെലവെന്റ് ടു ദ എംപ്ലോയി. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The primary objectives here is to minimize dissatisfaction which comes while doing the job on daily basis. Okay, നമുക്കറിയാം ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, സാറ്റിസ്ഫാക്ഷൻ അത് ഒഴിവാക്കുക അല്ലെ, അത് ഉണ്ടാക്കുക. ഇൻ കേസ് ഡിസാറ്റിസ്ഫാക്ഷനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരിക അല്ലെ, കുറച്ചു കൊണ്ടുവരിക അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും അത് കൃത്യമായിട്ട് തന്നെ അപ്ഡേഷനോട് കൂടിയിട്ട് തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് എംപ്ലോയീസിനോട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. This dissatisfaction can lead to employee having the organization and posing issue for the company. Then job design has the primary responsibility of regularly updating the job. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിൽക്കാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് ആരും തയ്യാറാവില്ല. ശരിയാണോ അല്ലെ? നമ്മള് ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ നിൽക്കാൻ തയ്യാറാവില്ല അല്ലെ. അങ്ങനെ വരുമ്പോഴാണ് ഇഷ്യൂസ് വരിക. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ കമ്പനിയില്? വരുമോ? സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ? അവർക്ക് ആവശ്യമായിട്ടുള്ള അർഹതപ്പെട്ട എന്താണ് സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സാലറി കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസും വരില്ല അല്ലെ. അതേസമയം ഡിസാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴാണ് കോസുകൾ അല്ലെ, കാരണങ്ങൾ, എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ ആയിട്ട് മുന്നോട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത്, ജോബ് ഡിസൈൻ ഹാസ് ദ പ്രൈമറി എന്താണ് ജോബ് ഡിസൈൻ ഹാസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് റെഗുലർലി അപ്ഡേറ്റിംഗ് ദ ജോബ്. അപ്പൊ പ്രധാനമായിട്ടും അത് എന്താണ് അപ്ഡേറ്റ് ചെയ്ത് പോകുക, അത് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നോക്കാം.
ഓക്കെ, അപ്പൊ നമ്മള് എല്ലാം അല്ലെ, ഏതൊരു കാര്യമാണെങ്കിലും അത് എത്രത്തോളം ചെയ്തു എന്ന് തീർച്ചയായിട്ടും നമ്മൾ നോക്കണമെന്ന് അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ എവാലുവേറ്റ് ചെയ്ത് നോക്കണം. അപ്ഡേഷൻ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എങ്കിൽ അത് തിരുത്തി പോകണം അല്ലെ. തീർച്ചയായിട്ടും എന്താണ്, അതുകൊണ്ടാണ് ഫീഡ്ബാക്കുകൾ അല്ലെങ്കിൽ അപ്ഡേഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ നോക്കി പോണത്. ഇൻ കേസ് എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോകണം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ജോബ് ഇവാലുവേഷൻ, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, അങ്ങനെ ഒത്തിരി അല്ലെ ഒരു 10 പോയിന്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് നോക്കാം എന്താണ് ജോബ് ഇവാലുവേഷൻ. കണ്ടിന്യൂ ചെയ്ത് പോവാലോ. അപ്പൊ നമ്മള് അതിന്റെ ഒരു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് വൺ ജോബ് ഇവാലുവേഷൻ ആണ്. എന്താണ് ജോബ് ഇവാലുവേഷനിൽ പറയുന്നത്? ഇൻഫോർമേഷൻ അബൌട്ട് ദ ജോബ് ഡിസൈൻ ഈസ് നീഡഡ് ഫോർ ജോബ് ഇവാലുവേഷൻ. It is the process of comparing the job with the other jobs in an organization to assess the proper grade. Okay, അപ്പൊ ജോബ് ഇവാലുവേഷനിൽ എന്താണ് പറയുന്നത്? ജോലി നമ്മളിപ്പോ ഡിസൈൻ അല്ലെ, ഒരു ജോബ് ഡിസൈൻ ഉണ്ട് എങ്കിലാണ് ഇവാലുവേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. നല്ലൊരു ക്രമീകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇൻ കേസ് ക്രമീകരണം ഇല്ലാതെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ജോബ് ആണെങ്കിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിലല്ലേ അതനുസരിച്ചിട്ടാണോ പോണേന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത് ജോബ് ഇവാലുവേഷൻ അല്ലെ. ഇൻഫോർമേഷൻ അബൌട്ട് ദ ജോബ് ഡിസൈനർ ഈസ് നീഡഡ് ഫോർ എ ജോബ് ഇവാലുവേഷൻ. നമുക്കറിയാം ഡിസൈനുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ്, വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് ജോബ് ഇവാലുവേഷൻ അത് കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് ദ ജോബ് വിത്ത് അതർ ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടു അസസ് ദ പ്രോപ്പർ ഗ്രേഡ്. നമുക്കറിയാം ഒരു പ്രോപ്പർ ഗ്രേഡ് വെച്ചിട്ടായിരിക്കും അല്ലെ ഒരു ജോബ് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് തന്നെ ആ ഗ്രേഡും കാര്യങ്ങളൊക്കെ അവിടെ അല്ലെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കും. അതനുസരിച്ചിട്ടാണോ ഈ ജോലി അല്ലെ അത് അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വിലയിരുത്തൽ, ആ ഒരു പ്രക്രിയയാണ് അവിടെ നടപ്പാക്കുന്നത് അല്ലെ. ജോബ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് ദ ജോബ് വിത്ത് അതർ ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടു അസസ് ദ പ്രോപ്പർ ഗ്രേഡ്. ആ പ്രോപ്പർ ഗ്രേഡിലൂടെ തന്നെയാണോ ഈ ഒരു ജോലി നടന്നു പോകുന്നതെന്ന് വിലയിരുത്തുന്ന ഒരു കമ്പാരിസൺ പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ജോബ് ഡിസൈൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻ കേസ് ജോലിക്ക് പ്രത്യേക സ്ട്രക്ചർ ഒന്നും ഇല്ല എങ്കിൽ അല്ലെ, അൺഡിസൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കില്ല അല്ലെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, ഓരോ പോയിന്റും നിങ്ങളൊന്ന് മസ്റ്റായിട്ട് മനസ്സിലാക്കി പോവുക. എന്താണ് ജോബ് ഇവാലുവേഷൻ അല്ലെ? അത് എപ്പോഴും നമുക്കറിയാം ഒരു പോയിന്റ് തന്നു കഴിയുമ്പോൾ ഇത് ജോബ് ഇവാലുവേഷൻ ആണോ, ജോബ് ഡിസ്ക്രിപ്ഷൻ ആണോ, അല്ലെങ്കിൽ അല്ലെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അനാലിസിസ് ആണോ എന്നൊക്കെ ഉള്ളത് ചോയ്സുകൾ ഉണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പാരിസൺ അല്ലെ, ഒരു ഇവാലുവേഷൻ വിലയിരുത്തലാണ് ഇവിടെ നടക്കുന്നത്. ദെൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ പോയിന്റ് ആണെങ്കിലും അത് ഇമ്പോർട്ടന്റ് തന്നെയായിട്ടാണ് പറഞ്ഞു പോകുന്നത്. നോക്കുക, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്താണെന്ന് അറിയാലേ, നമ്മള് ഡിസ്കസ് ചെയ്തേക്ക് എന്താണ്? ദ പ്രോസസ് ഗിവ് യു എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ജോബ് ദാറ്റ് നീഡ്സ് ടു ബി ഫിൽഡ് ആൻഡ് ഹെൽസ്. ഓക്കെ, നമുക്കറിയാം റിക്രൂട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഇതിനു വേണ്ടിയിട്ടാ റിക്രൂട്ട്മെന്റ് നടത്തുക. റിക്രൂട്ട്മെന്റ് ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്തുണ്ടാവുമ്പോഴാണ് റിക്രൂട്ട്മെന്റ് നടത്തുക? ജോലിയില് എന്തെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? എപ്പോഴാണ് നമ്മൾ റിക്രൂട്ട്മെന്റ്? ഓക്കെ, വേക്കൻസികൾ അല്ലെ. ഓക്കെ, വേക്കൻസികൾ വരുമ്പോഴാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അല്ലെ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഇൻ കേസ് നമുക്കറിയാം ഒരു ജോബ്, ഓക്കെ, ഒരു ജോബ് എന്താണ് ഡിസൈൻ ആണ് അല്ലെ, അതിനനുസരിച്ചിട്ട് ജോലിക്കാർ അവിടെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക്
റിക്രൂട്ട്മെന്റിന്റെ ഒന്നും ആവശ്യകതയില്ല. ഇൻ കേസ് അവിടെ ജോലിക്ക് വേക്കൻസികൾ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആപ്ലിക്കന്റ് അല്ലെ മതിയായ ആപ്ലിക്കേഷൻസ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം the process give you a better understanding about the job that need to be filled and hence ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ജോബ് എന്താണ് ഡിസൈൻ ഉണ്ടെങ്കിൽ അവിടെ എത്രത്തോളം വേക്കൻസികൾ ഉണ്ട് അതനുസരിച്ചിട്ട് തന്നെ ഇതെല്ലാം അവിടെ കണ്ടെത്തേണ്ടതുണ്ട്. The selection panel identifies the job requirements, selection criteria, write the job advertisement, develop interview questions and assess the best applicant for the job. അതായത് നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നടത്തുന്നത് നമുക്കറിയാം ഇവിടെ വേക്കൻസികൾ വരുമ്പോൾ എന്താണ് നീഡ് അനുസരിച്ചിട്ട് അല്ലെ പാനലുകാര് അവിടെ കൃത്യമായിട്ട് ആ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അവരുടെ ജോലിയുടെ ആവശ്യക്കാരെ കണ്ടെത്തും. ഇൻ കേസ് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ സബോർഡിനേറ്റ് ഏറ്റവും ഫീൽഡ് ലെവലിൽ തുടങ്ങി അങ്ങ് ടോപ്പ് ലെവൽ വരെ വേക്കൻസികൾ ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം വേക്കൻസികളാണ് ഏത് ഫീൽഡിലാണോ വേക്കൻസി അല്ലെ ആർക്കാണോ ഏത് മേഖലയ്ക്കാണോ ആവശ്യക്കാര് വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട് അർഹമായ കാൻഡിഡേറ്റ്സിന് ആവശ്യം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് അവർ അഡ്വർടൈസ്മെന്റ് ഒക്കെ നടത്തുന്നത് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പല രീതിയിലൊക്കെ ഉണ്ട് അല്ലെ. പല രീതിയിൽ റിക്രൂട്ട്മെന്റ് നടത്തില്ലേ നടത്തോ ഉണ്ട് അല്ലെ. ക്യാമ്പസ് സെലക്ഷൻ തുടങ്ങിയ അഡ്വർടൈസ്മെന്റുകൾ അല്ലെ ഏത് രീതിയിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്കറിയാം റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ് എത്രത്തോളം വേക്കൻസികൾ ആവശ്യകതയുള്ള വേക്കൻറ്റുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നു. അതനുസരിച്ചിട്ട് അഡ്വർടൈസ്മെന്റ് നടത്തുന്നു. ദെൻ എന്താണ് അവരെ കണ്ടെത്താനായിട്ട് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു, വികസിപ്പിക്കുന്നു അല്ലെ. അവരെ നല്ല അർഹരായ നല്ല യോഗ്യരായവരെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസുകളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നു. ആൻഡ് അസസ് ദ ബെസ്റ്റ് ആപ്ലിക്കന്റ് ഫോർ ദ ജോബ്. നമുക്കറിയാം കിട്ടിയ ആപ്ലിക്കേഷൻസിൽ നിന്ന് അല്ലെ അവിടെ കൃത്യമായിട്ട് ആപ്ലിക്കന്റുകൾ കണ്ടെത്താനായിട്ട് വിലയിരുത്താനായിട്ട് അതനുസരിച്ചിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജോബ് ആപ്ലിക്കൻസ് ടു ഡിസൈഡ് ഇഫ് ദേ ഷുഡ് അപ്ലൈ ഫോർ ദ ജോബ് ആൻഡ് ടു പ്രിപ്പയർ ഫോർ ദ സെലക്ഷൻ പ്രോസസ്. ഓക്കെ, നമുക്കറിയാം ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടി കഴിയുമ്പോൾ അല്ലെ നമുക്കറിയാം അവിടെ സെലക്ഷൻ പ്രോസസ് ഒക്കെ നടത്തുന്നു. അതായത് ജോലിയിൽ കൃത്യമായിട്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്തണം. വേണ്ടിവരില്ലേ? എല്ലാ അപേക്ഷകരെയും നമ്മൾ സെലക്ട് ഒന്നും ചെയ്യാതെയാണോ അപ്പോയിന്റ്മെന്റ് നടത്തുക? കിട്ടിയ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടല്ലല്ലോ നമ്മൾ അപ്പോയിന്റ്മെന്റ് നടത്തുക അല്ലെ. അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം നല്ല സെലക്ഷൻ ക്രൈറ്റീരിയസ് ഒക്കെ കണ്ടെത്തി ഏറ്റവും യോഗ്യനായ വ്യക്തികളെ തന്നെയായിരിക്കും ഓരോ വേക്കൻസിക്കും അനുയോജ്യമായ വാസന തന്നെയായിരിക്കും അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം കൃത്യമായിട്ട് ജോബ് ഡിസൈനിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് എങ്കിലും എവിടെയൊക്കെ വേക്കൻസികൾ വരാം ആ വേക്കൻസികൾ അനുസരിച്ചിട്ട് തന്നെ ഏത് വേക്കൻസി ആണോ അതിന് അർഹമായ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളിലേക്കൊക്കെ അടക്കാൻ സാധിക്കും. അതനുസരിച്ചിട്ട് തന്നെ സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, 2 പോയിന്റ് ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. ജോബ് എവാലുവേഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ് കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ദ ഇൻഫോർമേഷൻ ഹെൽപ്സ് എംപ്ലോയീസ് ടു അണ്ടർസ്റ്റാൻഡ് their requirements of their role, understand the needs of the other role in the organization. നമുക്കറിയാം അവിടെ ഓരോരുത്തർക്കും അല്ലെ ഓരോ ഡ്യൂട്ടികളുണ്ട്. അവിടെ ഓരോ ഇൻഡിവിജ്വലിനും
അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളുണ്ട് അല്ലെ. ഒരു വലിയൊരു സ്ഥാപനമാണ്, നമുക്കറിയാം ഒരുപാട് ജീവനക്കാരുടെ അവരെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ ജീവനക്കാർക്കും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ഡ്യൂട്ടികളുണ്ട് അല്ലെ, ഉണ്ടാവില്ലേ? അത് കൃത്യമായിട്ട് തന്നെ അവര് മനസ്സിലാക്കിയിരിക്കണം അല്ലെ. The information helps the employee to understand the requirement of their role. അല്ലെ, ഓരോരുത്തരുടെയും റോള് എന്താണ്, അവരുടെ ആവശ്യകത എന്താണെന്ന് ഓരോ എംപ്ലോയിക്കും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകേണ്ടത്. Then understand the need of other role in the organization. അതേമാതിരി തന്നെ ഓർഗനൈസേഷന്റെ കാര്യങ്ങളിൽ അല്ലെ അവർക്കും അവരുടേതായിട്ടുള്ള റോളുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇൻ കേസ് ഒരു ജോബ് ഡിസൈൻ ഇല്ല എങ്കിലും നമുക്കറിയാം ഒരു സ്ട്രക്ചർ അല്ലെ, ഒരു നല്ല ഘടന ഇല്ല എങ്കിൽ ഓരോ പേഴ്സൺസിനും എന്ത് ഡ്യൂട്ടിയാണെന്ന് കൃത്യമായിട്ട് തന്നെ അവർക്ക് വിവരങ്ങൾ കിട്ടണമെന്നില്ല അല്ലെ. ഇൻ കേസ് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഓരോ പേഴ്സൺസിനും എന്താണ് ഓരോരുത്തരുടെയും ഡ്യൂട്ടി അല്ലെ, മൊത്തത്തിൽ ആ ഓർഗനൈസേഷൻ എന്താണ് പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അവിടെ ലഭ്യമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് റെക്കഗ്നൈസ് ദ എബിലിറ്റി നെസസറി ഓഫ് ദെയർ ചൂസൺ പ്രൊഫഷൻസ്. നമുക്കറിയാം അതുകൊണ്ട് തന്നെ എന്താണ് ഓരോ പ്രൊഫഷൻ അനുസരിച്ചിട്ടുള്ള വ്യക്തികളെ ചൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു എന്താണ്, ജോബ് വേക്കൻസി അനുസരിച്ചിട്ട് ഓരോരുത്തരെ അല്ലെ അവര് സെലക്ട് ചെയ്യുന്നു. ഓർഗനൈസേഷനിൽ ഓരോ വ്യക്തിക്കും എത്രത്തോളം പങ്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുമ്പോഴും ഓരോ പ്രൊഫഷൻ അനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടികൾ അല്ലെ അതനുസരിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് പറയുന്നത് കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. അവിടെ എത്രത്തോളം ഏത് തരത്തിലുള്ള വ്യക്തികൾ അല്ലെ അവരുടെ ആ ഒരു വികസന പ്രക്രിയകൾ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഓർഗനൈസേഷനും ഒരു നല്ല രീതിയിൽ ഇൻഫോർമേഷൻസ് ലഭ്യമാകും. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഓരോ എംപ്ലോയിക്കും കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ലഭ്യമാകും. എന്തുണ്ടെങ്കിൽ നല്ലൊരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. പെർഫോമൻസ് മാനേജ്മെന്റ്. എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതായത് ക്ലിയർലി ഡിഫൈൻഡ് റോൾസ് of managers and staff to develop a shared understanding of work performance expectations and capability benchmark help them identify and meet their professional development needs. അപ്പൊ നമുക്കറിയാം അവിടെ ഓരോ വ്യക്തിക്കും എത്രത്തോളം ഡ്യൂട്ടി ഉണ്ടെന്ന് കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ മാനേജേഴ്സിന് എന്താണ് അലവ് ചെയ്തിരിക്കുന്ന റോളുകൾ അല്ലെങ്കിൽ അവിടെയുള്ള ഓരോ സ്റ്റാഫിന്റെ അല്ലെ കൃത്യമായിട്ടുള്ള റോളുകളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് മാനേജ്മെന്റിനും അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. Defined roles allow managers and the staff to develop shared understanding of work performance expectation. അല്ലെ അവര് എക്സ്പെക്ട് ചെയ്യുന്ന മാനേജ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് മാനേജ്മെന്റിനും അവിടെയുള്ള വർക്കേഴ്സിനും ഒക്കെ കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. Capability benchmark help them identify and meet their professional development needs. നമുക്കറിയാം തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യകതകൾ അല്ലെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടും അത് മനസ്സിലാക്കാനായിട്ട് അല്ലെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു ബെഞ്ച് മാർക്ക് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് എന്താണ് നമുക്ക് നേരത്തെ കൂട്ടി ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ ഒരു ഘടനയുള്ളത് കൊണ്ട് തന്നെ ഇത്രത്തോളം വർക്കുകളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് തന്നെ ഇവരുടെ പ്രൊഫഷൻ അത് ഡെവലപ്പ് ചെയ്തു പോകാനായിട്ട് ഇൻ കേസ് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താനായിട്ട് ഓരോരുത്തർക്കും ഡ്യൂട്ടി ചെയ്യുന്നതിൽ എത്രത്തോളം അല്ലെ മെച്ചപ്പെടുത്തണം ഇൻ കേസ് അതിനനുസരിച്ചിട്ടുള്ള വികസന പ്രക്രിയകളൊക്കെ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ആണെങ്കിൽ എന്താണ് അവരുടെ അല്ലെ പെർഫോമൻസ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർക്ക് ഓഫർ ചെയ്ത് കൊടുത്ത് അത് ഇംപ്രൂവ്മെന്റ് ചെയ്ത് അല്ലെ അത് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്നുള്ള പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ാണോ? അപ്പോ ഇവിടെ ഒരു കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. Capability benchmark help them identify and meet their professional development needs. ഓക്കെ, എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് വേണമെങ്കിൽ അല്ലെ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്.
ഓക്കെ. അപ്പൊ നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ പ്രതീക്ഷിച്ചിട്ട് അവിടെ എത്തിയില്ലെങ്കിൽ ആണ് നമ്മൾ എന്തെങ്കിലും അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. ഇൻ കേസ് അവരുദ്ദേശിച്ച ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യകതയില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഡെവലപ്മെന്റ് നീഡ്സ് വേണോ വേണ്ടേ അല്ലെ, അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നോക്കാം, റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ. ഓക്കെ, നമുക്കപ്പോ ഒരു ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു എന്താണ് എങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ട് എങ്കിൽ നമുക്കറിയാം എന്താണ് വെൽ ഡിഫൈൻഡ് capability സ്റ്റാൻഡേർഡ്സ് സിംപ്ലിഫൈ ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് വർക്ക് പെർഫോമൻസ് വിച്ച് ഈസ് അബവ് എക്സ്പെക്ടേഷൻസ്. നമ്മൾ നേരത്തെ കണ്ടു എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡെവലപ്മെന്റ് നീഡ്സുകൾ അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കണം അല്ലെ. ഇൻ കേസ് അവര് ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ അല്ലെ അവിടെ എബവ് എക്സ്പെക്ടേഷനേക്കാളും കൂടുതൽ പെർഫോം ചെയ്യുന്ന എംപ്ലോയി ഉണ്ട് എങ്കിൽ അവരെ വിലയിരുത്തിയിട്ട് അവർക്ക് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള അംഗീകാരങ്ങൾ അവാർഡുകളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഇൻ കേസ് ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഘടന ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എത്രത്തോളം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട്, ക്രമീകരിക്കുന്നുണ്ട്. അപ്പൊ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് അവിടെയുള്ള എംപ്ലോയി അത് എന്താണ് പെർഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ അതനുസരിച്ച് വിലയിരുത്തിയിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള റിവാർഡുകളും റെക്കഗ്നീഷൻ അംഗീകാരങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയിട്ടാണ് അല്ലെ? ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്തായാലും നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10 പോയിന്റ് വരെ എത്തിച്ചിട്ട് തരാട്ടോ. നിങ്ങൾ എന്തായാലും ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നെ പോവാം. എന്താണ് 6th വൺ എന്താ പറയുന്നത്? വർക്ക് ഫോഴ്സ് പ്ലാനിങ്. എന്താണ് വർക്ക് ഫോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. മാനേജേഴ്സ് ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദ വർക്ക് റിലേറ്റ്സ് ടു ദ ഓർഗനൈസേഷൻസ് ഫോർ ബിസിനസ് ആൻഡ് ഈസ് കറക്റ്റ്ലി അലോക്കേറ്റഡ് അല്ലെ. അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം അവിടെ എന്താണ് അവിടെ കൃത്യമായിട്ട് തന്നെ അല്ലെ വർക്ക്സ് റിലേറ്റ് ചെയ്തിട്ടാണ് ഓരോ എംപ്ലോയീസിനും അവിടെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഇൻ കേസ് ശരിയായ രീതിയിലെ വിഹിതം അല്ലെ അവിടെ ഓരോരുത്തർക്കും വിഹിതം കൃത്യമായിട്ട് തന്നെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. അതാണ് പറയുന്നത് എന്താണ് വർക്ക് ഫോഴ്സ് പ്ലാനിങ്. then all the individual roles in the organization are considered together. ഒന്നിച്ച് എല്ലാവരും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇൻ കേസ് ഓരോരുത്തർക്കും ഓരോ ടാസ്കുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് അവിടെ പ്രകടിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. അങ്ങനെ വേണ്ടി വരില്ലേ? ഇല്ലേ? ഓക്കെ. അല്ല ഇൻ കേസ് ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി ചെയ്ത് അല്ലെ നിന്ന് കഴിഞ്ഞാൽ ഒരു കോർഡിനേഷൻ ഇല്ല എങ്കിലും എന്താണ് പ്രശ്നമാണ് അല്ലെ. ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് അവരവരുടെ ഡ്യൂട്ടികളെല്ലാം കംപ്ലീറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ട് നോക്കാം വർക്ക് ഫോഴ്സ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ when all the individual role in the organization are considered together should meet the organization capability needs. അവിടെ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഓരോരുത്തരുടേതായിട്ടുള്ള റോളുകൾ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നേറാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഒരു നല്ല ഡിസൈൻ ഉണ്ടാകലാണ് ഓരോരുത്തരുടെ ഡ്യൂട്ടികളും കൃത്യമായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മാനേജ്മെന്റിനെ അവരേക്ക് കോർഡിനേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോയി ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് നോക്കുക വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. വർക്ക് അലോക്കേഷൻ പ്ലാൻ എന്ന് പറയുന്നത് മാനേജേഴ്സ് ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദ വർക്ക് റിലേറ്റ്സ് ടു ദ ഓർഗനൈസേഷൻസ് ഫോർ ബിസിനസ് ആൻഡ് ഇസ് കറക്റ്റ്ലി അലോക്കേറ്റഡ്. ഓക്കെ, ഞാൻ അവിടെ ഒരു 6th പോയിന്റ് വിട്ടിട്ടാണ് 7th പോയിന്റിലേക്ക് പോയത് അല്ലെ. 6th പോയിന്റ് ഇപ്പോ ഓക്കെ ആയി ഇല്ലേ? ഇപ്പൊ ക്ലിയർ ആയോ? 6th പോയിന്റ് ഓക്കെ ആണോ? വർക്ക് ഫോഴ്സ് പ്ലാനിങ് നിങ്ങൾ വായിച്ചിരിക്കും. ഓക്കെ, നോക്കാം. മാനേജേഴ്സ് ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് വർക്ക് റിലേറ്റ്സ് ടു ദ ഓർഗനൈസേഷൻ ഫോർ ബിസിനസ് ആൻഡ് ഇസ് കറക്റ്റ്ലി അലോക്കേറ്റഡ്. ഇൻ കേസ് നമുക്കറിയാം എന്തെങ്കിലും വർക്കുകൾ അല്ലെ അവിടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട തന്നെയായിരിക്കണം ഈ വർക്കുകളെല്ലാം മാനേജേഴ്സ് കൃത്യമായിട്ട് തന്നെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ ഉറപ്പുവരുത്തുക അല്ലെ. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്ത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാതിരിക്കരുത്. നമുക്കറിയാം ഒരു നല്ലൊരു സ്ട്രക്ചർ ഉണ്ട് എങ്കിൽ എന്താണ് ആ ഒരു അല്ലെ നമ്മൾ ചിലർ പറയില്ലേ ഒരു ജോലി വിട്ടുപോയി വേറെ രീതിയിലേക്കായി പോയെന്ന് പറയില്ലേ. അപ്പൊ അതായത് ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെ അവിടെ കൃത്യമായിട്ട് ഒരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇൻ കേസ് അങ്ങനെ ഒരു ഡിസൈൻ ഇല്ല എങ്കിൽ എന്താണ് ഓർഗനൈസേഷന്റെ വർക്കിനോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ അതിൽ ഇൻവോൾവ് ആവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വർക്ക് അലോക്കേറ്റ് പ്ലാനിങ് മാനേജേഴ്സ് ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് വർക്ക് റിലേറ്റ്സ് ടു ഓർഗനൈസേഷൻസ് ഫോർ ബിസിനസ് ആൻഡ് കറക്റ്റ്ലി അലോട്ടഡ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട വർക്കുകൾ തന്നെയാണ് അലോട്ട് ചെയ്ത് കൊടുക്കണേ എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. ഡിസിഷൻ ഓൺ ട്രെയിനിങ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ട്രെയിനിങ് ആർ ബെറ്റർ ടാർഗറ്റഡ്. അതായത് നമുക്കറിയാം അല്ലെ ചിലപ്പോ ഒക്കെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അല്ലെ വികസന പ്രക്രിയകളൊക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവിടെ ഇൻഡിവിജ്വൽസിന് ഓരോ വ്യക്തികൾക്ക് തന്നെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ മൊത്തത്തിൽ ഏതെങ്കിലും ഒരു അല്ലെ ബ്രാഞ്ചുകൾക്കൊക്കെ തന്നെ ട്രെയിനിങ് ഒക്കെ നല്ല രീതിയിലൊക്കെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് കൃത്യമായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എൻഷുറിങ് വർക്ക് ഫോഴ്സ് സേഫ്റ്റി. എന്താണ് എൻഷുറിങ് വർക്ക് ഫോഴ്സ് സേഫ്റ്റി എന്ന് പറയുന്നത്? ദ ഇൻഫർമേഷൻ മേ ഹെൽപ്പ് identify threatening conditions, unhealthy environment, or unsafe work practices or processes which need to be addressed. Okay, നമുക്കറിയാം എന്തെങ്കിലും അല്ലെ ഈ ഇപ്പോ പ്രത്യേകമായിട്ട് എന്തെങ്കിലും അല്ലെ അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭീഷണിയായിട്ട് അല്ലെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഭീഷണിയായിട്ടുള്ള കാര്യങ്ങളെ അല്ലെ എല്ലാത്തിനെയും കുറിച്ചിട്ടൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അല്ലെ ഒരു വിവരങ്ങള് കൃത്യമായിട്ട് ജോബ് ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോ നമുക്കറിയാം ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ഓരോ ടാസ്കുകൾ എന്തൊക്കെയാണ്, ഓരോ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ എന്തൊക്കെ ഭീഷണികൾ അല്ലെ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഇന്ന ഭാഗങ്ങളിലുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Then it may also be used to identify return to work solution as part of a recovery plan. Okay, അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ സൊല്യൂഷൻസ് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിലേക്കുള്ള സജഷൻസ് അല്ലെ അതനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ സജഷൻസ് ഒക്കെ എന്തൊക്കെയാണ് കേസ് അതൊക്കെ സോൾവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതൊക്കെ നല്ലൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊക്കെ ആലോചിച്ച് നേരത്തെ കൂട്ടി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്ട്രക്ചർ ഉണ്ടാവുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കൃത്യമായിട്ട് തന്നെ ലഭ്യമാകും എന്നുള്ളതാണ്. Then 10th point, last point, workforce equity and diversity. എന്താണ് വർക്ക്ഫോഴ്സ് ഇക്വിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്? The process may also identify way of improving workforce equity. അല്ലെ നമുക്കറിയാം ഒന്നിച്ച് തന്നെ നിന്നതല്ല അല്ലെ എല്ലാവർക്കും ഒന്നിച്ച് തന്നെ നിന്നുകൊണ്ട് തന്നെ ആ വർക്കിന്റെ അല്ലെ the process may also identify ways of improving workforce equity എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതില് ആ ഒരു തിരിച്ചറിയാനായിട്ട് അല്ലെ അത് ഓൾസോ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇൻ കേസ് വർക്കുകളെല്ലാം ഒന്നിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള രീതികളെല്ലാം തിരിച്ചറിയാനായിട്ടും ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളത്. നമുക്കറിയാം ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് അല്ലെ ഒരു എന്താണ് ഇക്വാലിറ്റി വരാത്ത സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാനായിട്ടും അവരെ ഇക്വാലിറ്റിയോടുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവരെ കൂടി കൂട്ടിച്ചേർക്കാനായിട്ടുള്ള സാധ്യതകൾ അതൊക്കെ നേരത്തെ കൂട്ടി തന്നെ ആസൂത്രണം ചെയ്തു കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. ഇൻ കേസ് അത് ഡിസൈൻ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് മാനേജ്മെന്റിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, എന്തെങ്കിലും പോയിന്റുകൾ ഡൗട്ടുകൾ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
നിങ്ങൾ ഓരോ പോയിന്റുകൾ വായിച്ചു നോക്കുക. എവിടെയെങ്കിലും പോയിന്റുകൾ, ഞാനിപ്പോ ലാസ്റ്റ് പോയിന്റുകളൊക്കെ ഇത്തിരി സ്പീഡിലാണ് വിട്ടത്. എന്തെങ്കിലും പോയിന്റുകളൊക്കെ ഡൗട്ട് ഉണ്ടോ? ഒന്നും കൂടി സ്പീഡിലെടുത്ത പോയിന്റുകൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ? ക്ലിയർ ആണോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഹലോ, ഏതെങ്കിലും പോയിന്റ്സുകൾ ക്ലിയർ അല്ലാത്തതുണ്ടോ? ക്ലിയർ ആണ്. നമ്മളൊരു മാം സിക്സ്ത് പോയിന്റ് ഒന്നും കൂടെ പറയോ? ഓക്കെ, വർക്ക് ഫോഴ്സ് പ്ലാൻ. ഓക്കെ. വർക്ക്ഫോഴ്സ് പ്ലാനിങ് അല്ലെ? വർക്ക്ഫോഴ്സ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ when all the individuals role in the organizations are considered together should meet the organization's capability needs. അല്ലെ? അവിടെ എന്താണ് സ്ഥാപനത്തിന്റെ ആ ഒരു അല്ലെ ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു പോവുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമോ? ഒരു സ്ഥാപനത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ എന്താണ് കൃത്യമായിട്ട് തന്നെ ഒരു അല്ലെ ഒരു ഏണിങ്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വർക്ക്ഫോഴ്സ് പ്ലാനിങ്. അതായത് when all the individual role in the organizations, അവിടെ ഓരോരുത്തരും അവരവരുടെ റോളുകൾ അല്ലെ അത് കൃത്യമായിട്ട് all the individual role in the organizations are considered together should meet the organization capability needs. അപ്പൊ എന്താണെങ്കിലും ഓർഗനൈസേഷന്റെ ആവശ്യകതകൾ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അത് ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ അവരവരുടെ റോളുകൾ ചെയ്ത് കൈവരുത്താനായിട്ട് സാധിക്കും. ഒരു നല്ലൊരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിലാണ് അത് സാധിക്കുകയുള്ളൂ അല്ലെ? നമുക്കറിയാം ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണ്. ഇൻ കേസ് ഒരു പെട്ടെന്ന് ഒരു പ്രോബ്ലംസ് ഇഷ്യൂസ് വരികയാണ് അല്ലെ, അപ്പൊ ഓരോരുത്തരെ കൊണ്ടും പറ്റുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവരെ എന്താണ് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അതാണ് വർക്ക് ഫോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ അവർക്ക് അല്ലെ അവരുടെ ആ ഒരു ശക്തി അല്ലെ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് അവരവരുടെ റോളുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് ആ ഒരു പ്രോബ്ലംസിനെ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ആവശ്യകതയൊക്കെ നിറവേറ്റാനായിട്ട് സാധിക്കും. ദെൻ മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ജോബ് ഡിസൈനിന്റെ കാര്യം തുടങ്ങി നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം. ജോബ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ, ഘടനയാണ്. അപ്പൊ ആ ഘടന വെച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇത് വരുമ്പോഴേ നമുക്കറിയാം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നു. കരിയർ പ്ലാൻ ഡെവലപ്മെന്റ് അതേപോലെ തന്നെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രകടനം വിലയിരുത്താൻ സാധിക്കുന്നു. റിവാർഡുകളൊക്കെ അല്ലെ കൃത്യമായിട്ട് തന്നെ ഇൻ കേസ് പ്രകടനം കുറവെന്ന് ആണെങ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ഇൻ കേസ് എന്തെങ്കിലും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കുന്നു. അതേമാതിരി തന്നെ എന്താണ് അല്ലെ സ്റ്റാൻഡേർഡിനൊക്കെ കൂടുതൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ റിവാർഡൊക്കെ കൊടുക്കാൻ പറയുന്നു. ഞാൻ ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ എന്താണ് ഓരോരുത്തർക്കും അല്ലെ അലോട്ട് ചെയ്ത് കൊടുക്കുന്ന വർക്കുകളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്യാൻ അത് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു. ദെൻ ഇൻ കേസ് അല്ലെ അവർക്ക് കൃത്യമായിട്ട് തന്നെ ആ മൂലധനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെങ്കിൽ അല്ലെ തീർച്ചയായിട്ടും നല്ലൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഫ്യൂച്ചർ ഇച്ചിരി കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഡിസിഷൻ ഒക്കെ എടുക്കാൻ സാധിക്കുന്നു. ദെൻ എന്താണ് നല്ല എന്തെങ്കിലും സേഫ്റ്റി അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഇൻ കേസ് അവിടെ നിന്നൊക്കെ വിട്ടുപോകാനായിട്ട് വർക്കേഴ്സ് തന്നെ വിട്ടുപോകാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ സേഫ്റ്റി പ്രോബ്ലംസ് ഒക്കെ കാരണം വിട്ടുപോകാൻ സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ തിരിച്ച് റിട്ടേൺ ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് അതായത് അവിടെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തിയിട്ട് അവിടെ നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ദെൻ എന്താണ് വർക്ക് ഫോഴ്സ് ഇക്വിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവരും? അപ്പൊ ഇതിലെ പോയിന്റുകൾ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് കുറച്ച് പോയിന്റ്സ് ഒന്നിച്ചാണ്.
അപ്പൊ അതിലെ പ്രത്യേകിച്ച് എടുത്ത് അങ്ങനെ പറയുന്നില്ല എങ്കിൽ കൂടി അല്ലെ ഒരു ഇതിപ്പോ റിവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ നടത്താനൊക്കെ ആയിട്ട് സാധിക്കുമോ അല്ലെ? അങ്ങനെ ഉള്ള ഒരു ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ജോബ് ഇവാലുവേഷന്, റിക്രൂട്ട്മെന്റ് സെലക്ഷന്, അതേമാതിരി തന്നെ എന്താണ് ഈ ഒരു ഇതുകളെല്ലാം അല്ലെ, ഇത് കൃത്യമായിട്ട് തന്നെ ഈ ചാർട്ടുകളെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കുക. കൺസെപ്റ്റിലും നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ജോബ് ഡിസൈനും മാർക്ക് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, താങ്ക് യു.